ബ്ലാക്ക്ബെറി ഫോണുകൾ നമ്മളിൽ പലർക്കും ഗൃഹാതുരമായ ഒരു ഓർമ്മയാണ്. പകരം വെക്കാനില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങളും എളുപ്പമാർന്ന ക്വേർട്ടി കീബോർഡുകളും ഇമെയിൽ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരു കാലത്ത് ബ്ലാക്ക്ബെറി ഫോണുകളെ ജനപ്രിയമാക്കി മാറ്റി. സ്മാർട്ട് ഫോണുകളുടെ രാജാക്കന്മാർ തന്നെയായിരുന്നു ബ്ലാക്ക്ബെറി ഫോണുകൾ. അമേരിക്കൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിന്റെ 43%, ലോക സ്മാർട്ട് ഫോൺ മാർക്കറ്റിന്റെ 20% ഒരു കാലത്ത് ബ്ലാക്ക്ബെറിയുടെ ഉള്ളം കയ്യിൽ ഭദ്രമായിരുന്നു. എന്നാൽ 2022 ജനുവരി മാസത്തോടെ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണ രംഗത്തു നിന്നും ബ്ലാക്ക്ബെറി പിന്മാറിയിരിക്കുകയാണ്. പഴയ ബ്ലാക്ക്ബെറി ഫോണുകൾക്ക് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ലഭ്യമാവില്ല എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എങ്കിലും സംശയങ്ങൾ ബാക്കിയാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നത്? ഇതിൽ ഐഫോണിന്റെ പങ്കെന്താണ്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ബ്ലാക്ക്ബെറി ഫോണുകളുടെ തകർച്ചയെക്കുറിച്ചാണ്. ബിസിനസ്സിനെ കുറിച്ചും ടെക്നോളജികളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ള എല്ലാവരും പൂർണ്ണമായും കണ്ടിരിക്കേണ്ടതും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. ഒരു കമ്പനിയുടെ ആകെ ഷെയറുകളുടെ ആകെ തുകയാണ് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതായത് ലഭ്യമായ എല്ലാ ഷെയറുകളുടെയും തുക കൂട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് കമ്പനികളുടെ വലിപ്പം തുലനം ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നിലധികം കമ്പനികളുടെ വലിപ്പം തുലനം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഒരു സൂചികയായി മാർക്കറ്റ് ക്യാപ്പിനെ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. 2022 ജനുവരി മാസത്തെ കണക്ക് പ്രകാരം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3 ട്രില്യൺ ആണ്. ചരിത്രത്തിൽ ആദ്യമായി 3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് നേടുന്ന ഏക കമ്പനി ആപ്പിൾ ആയിരിക്കുകയാണ്. 3 ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ 1 മില്യൺ 10 ലക്ഷമാണ്. 1 ബില്യൺ 1000 മില്യൺ ആണ്. 100 മില്യൺ അല്ല, 1000 മില്യൺ ആണ് 1 ബില്യൺ. 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ബില്യൺ ആണ്. അതായത് 10 ലക്ഷത്തിനെ 1000 കൊണ്ട് ഗുണിച്ച് വീണ്ടും 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 ട്രില്യൺ ആവും. ഇതിന്റെ 3 ഇരട്ടി, അതായത് ഇതിനെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 3 ട്രില്യൺ ആവും. അതാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ആകെ മാർക്കറ്റ് ക്യാപ്പ്. 3 ട്രില്യൺ എന്ന് പറയുന്ന സംഖ്യയും ആപ്പിളിന്റെ വലുപ്പവും മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ മറ്റൊരു കാര്യം പറയാം. പല രാജ്യങ്ങളുടെയും ആകെ GDP-യേക്കാൾ കൂടുതലാണ് ഈ 3 ട്രില്യൺ. ഉദാഹരണത്തിന് ഇന്ത്യയുടെയും UK-യുടെയും പോലും GDP-യുടെ മുകളിലാണ് ഈ 3 ട്രില്യൺ അല്ലെങ്കിൽ ആപ്പിളിന്റെ വലിപ്പം. ലോകത്ത് ഇന്ന് നിലവിലുള്ള 4 രാജ്യങ്ങൾക്ക് മാത്രമാണ് ആപ്പിളിന്റെ മാർക്കറ്റ് ക്യാപ്പിലും അധികം GDP ഉള്ളത്. അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി. 2018 ആപ്പിൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 1 ട്രില്യൺ ആവുന്നത്. 2020 ഓഗസ്റ്റിൽ അത് 2 ട്രില്യൺ ആവുന്നു. 2022 ജനുവരി മാസം അത് 3 ട്രില്യൺ ആയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കമ്പനിയായി ആപ്പിൾ വളരാനുണ്ടായ പ്രധാന കാരണം ഐഫോൺ എന്ന് പറയുന്ന അവരുടെ സ്മാർട്ട് ഫോണുകൾ തന്നെയാണ്. കാറ്റഗറി അനുസരിച്ചുള്ള ആപ്പിളിന്റെ ലാഭം ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഐഫോൺ വഴി മാത്രം ആപ്പിൾ ഉണ്ടാക്കുന്ന ലാഭം. 2007 ജൂൺ 29 ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിക്ക് ഇത്രത്തോളം ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഐഫോൺ സീരീസിലെ ആദ്യത്തെ ഫോൺ ഐഫോൺ 1 പുറത്തിറങ്ങുന്നത്. ഐഫോൺ പുറത്തിറങ്ങിയ കാലഘട്ടത്തിലും ബ്ലാക്ക്ബെറി സ്മാർട്ട് ഫോൺ രംഗത്ത് രാജാക്കന്മാർ തന്നെയായിരുന്നു. അവരുടെ ഐക്കോണിക് ക്വേർട്ടി കീബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളും ഇമെയിൽ ചെയ്യാനുള്ള എളുപ്പവുമെല്ലാം അവരെ ബിസിനസ്സുകാർക്കിടയിൽ നല്ല പ്രിയപ്പെട്ടതാക്കി മാറ്റുകയാണ്. ഒരു കാലത്ത് ഒരൊറ്റ വർഷം കൊണ്ട് 5 കോടിയിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് ഇവർ അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ഏറ്റവും പീക്ക് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിന്റെ 43%, ലോക സ്മാർട്ട് ഫോൺ മാർക്കറ്റിന്റെ 20% ഇവരുടെ ഉള്ളംകൈയിൽ ഭദ്രമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്പനി അസ്തമിച്ചു പോവുകയാണ്. അതിന്റെ കാരണം എന്തായിരിക്കും? 1984 2 കനേഡിയൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് റിസർച്ച് ഇൻ മോഷൻ എന്ന കമ്പനി സ്ഥാപിക്കുന്നത്. ആ കമ്പനിയാണ് പിന്നീട് ബ്ലാക്ക്ബെറി എന്ന പേര് സ്വീകരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇവർ കോൺട്രാക്ട് ബേസ്ഡ് വർക്കുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ജനറൽ മോട്ടോഴ്സിന്റെ വർക്കാണ് ഇവർക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. നിസ്സാരമായിട്ടുള്ള വർക്കായിരുന്നില്ല. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട വർക്കായിരുന്നു. നല്ല രീതിയിൽ അവരത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെയും ഒരുപാട് വർക്കുകൾ ഇവർക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ 1980കളുടെ അവസാനത്തോടെ $1 മില്യൺ ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ 12 തൊഴിലാളികളുള്ള ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ കമ്പനിയായിട്ട് ഇത് വളർന്നു വരുന്നുമുണ്ട്. പിന്നീട് മൊബൈൽ കമ്പനികളുമായിട്ടൊക്കെ ചേർന്ന് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വയർലെസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടുകയാണ്. റിസർച്ച് ഇൻ മോഷൻ എന്ന കമ്പനി അങ്ങനെ വയർലെസ് റേഡിയോ മോഡം ആ കാലഘട്ടത്തിൽ നിർമ്മിക്കുകയാണ്. അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ്. ഈ മോഡമാണ് പിന്നീട് നിരവധി വലിയ വലിയ കമ്പനികളുടെ വെൻഡിങ് മെഷീനുകളിലും കമ്പ്യൂട്ടറുകളിലുമെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെയും മറ്റ് കമ്പനികളുമായി ചേർന്ന് റിസർച്ച് ഇൻ മോഷൻ വർക്ക് ചെയ്യുന്നത്
സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വയർലെസ് ഇമെയിൽ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു. അതിലെല്ലാം നന്നായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ എക്സ്പീരിയൻസ് ആർജിച്ചതിന് ശേഷം 1996 RIM പേജർ ഇവർ പുറത്തേക്ക് ഇറക്കുകയാണ്. പണ്ട് കാലത്ത് പേജർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഇമെയിൽ എല്ലാം അയക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവർ നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കോൺടാക്ട്സ് ഒക്കെ സേവ് ചെയ്യാനും ഇമെയിൽ അയക്കാനും വേണ്ടിയിട്ടായിരുന്നു അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അത് 2-way മെസ്സേജിങ് സിസ്റ്റമാണ്. മെസ്സേജ് മേടിക്കാൻ പറ്റും, തിരിച്ച് മെസ്സേജ് അയക്കാനും സാധിക്കും. അത്തരം വയർലെസ് പോക്കറ്റ് സൈസ് ഡിവൈസ് ഇവർ നിർമ്മിക്കുന്നുണ്ട്, അതിൻ്റെ വിൽപ്പന നടത്തുന്നുമുണ്ട്. നിരന്തരമായ പുതിയ മാറ്റങ്ങളിലൂടെ ഇവർ ഇൻ്ററാക്റ്റീവ് പേജർ എന്നൊരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. ആ പേജർ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം അതിൽ 4 വരിയിൽ ടെക്സ്റ്റ് വായിക്കാം. കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യേണ്ട ഇമെയിൽ ചെയ്യണമെങ്കിൽ വയർലെസ് ഇമെയിൽ അതിൽ അയക്കാൻ സാധിക്കും, കണക്റ്റ് ഒന്നും ചെയ്യേണ്ട. അതുകൂടാതെ 4 വരിയായിട്ട് ഇമെയിൽ വായിക്കാൻ പറ്റും. QWERTY കീബോർഡും അതിൻ്റെ പ്രത്യേകതയായിരുന്നു. സർവീസ് ചാർജുകളൊന്നുമില്ലാതെ ആ പേജർ അവർ വിറ്റുകൊണ്ടിരുന്നത് $675. ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും 50,000 രൂപയുടെ പുറത്താണ്. അത്രയും വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളായിരിക്കണം അത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് മേടിക്കുന്നത്. ഇവർ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ 1998 IBM-ഉമായി ഇവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇവർ IPO ചെയ്യുന്നതും 1998 തന്നെയാണ്. ആ വർഷത്തിൻ്റെ അവസാനം ഇവരുടെ കമ്പനിയുടെ നെറ്റ് ഇൻകമായി കണക്കാക്കിയത് $4 ലക്ഷം US. അത്രയും വലിയ ഒരു നെറ്റ് ഇൻകം ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയായി RIM ഉയർന്നു വരികയാണ്. 1999 ഇവർ RIM എന്ന പേര് മാറ്റി ബ്ലാക്ക്ബെറി എന്ന പേര് സ്വീകരിക്കുന്നുണ്ട്. 2000 ആയപ്പോൾ സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ബ്ലാക്ക്ബെറി 957 എന്ന മോഡലാണ് ആദ്യമായിട്ട് ഇവർ ഇറക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റുകൾ കൊണ്ടുവന്ന് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ കേന്ദ്രീകരിച്ച് മൊബൈൽ ഇറക്കാൻ ഇവർക്ക് സാധിക്കുകയാണ്. വളരെ പെട്ടെന്ന് ബ്ലാക്ക്ബെറി ഫോണുകളിൽ മാറ്റം വന്നുകൊണ്ടേയിരുന്നു. കളർ ഡിസ്പ്ലേ വന്നു, ക്യാമറ വന്നു, QWERTY കീബോർഡ് എന്നും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ആളുകൾക്ക് ഇമെയിൽ അയക്കാൻ വളരെ എളുപ്പമാണ് എന്നതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. 2005 ആയ സമയത്ത് BBM എന്നൊരു സംവിധാനം ഇവർ കൊണ്ടുവരികയാണ്. ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ എന്ന സംവിധാനത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ സെക്യൂർഡ് ആയിട്ട് മെസ്സേജ് അയക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. ഇതായിരിക്കണം ഒരുപക്ഷെ ബ്ലാക്ക്ബെറിയുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായി ആളുകൾ ഇന്നും കരുതി വരുന്ന ഒരു കാര്യം. ആളുകൾക്കിടയിൽ ഇത് വലിയ സംസാര വിഷയമാവുകയാണ്. ധാരാളമായി ഈ മൊബൈൽ ഫോണുകൾ വിറ്റഴിയപ്പെടുകയാണ്. എന്നാൽ 2007 സ്റ്റീവ് ജോബ്സ് ഒരു ആപ്പിൾ ഇവന്റ് നടത്തുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയേണ്ട ആളുകളെല്ലാം നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ ചുരുക്കി ഒന്ന് പറയാം. അദ്ദേഹം അതിൽ ചരിത്രം പറഞ്ഞാണ് തുടങ്ങുന്നത്. 1984 മാക്കിൻടോഷ് ഞങ്ങൾ പുറത്തിറക്കി. അത് ആപ്പിളിനെ മാത്രമായിരുന്നില്ല, കമ്പ്യൂട്ടർ വ്യവസായത്തെ തന്നെ ആകെ സ്വാധീനിച്ച വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് അദ്ദേഹം ഐപോഡുകളെ കുറിച്ച് പറയുകയാണ്. 2001 ഞങ്ങൾ ഐപോഡ് പുറത്തിറക്കി. അത് സംഗീതം കേൾക്കുന്ന രീതിയെ മാത്രമായിരുന്നില്ല, മ്യൂസിക് വ്യവസായത്തെ തന്നെ സാരമായിട്ട് സ്വാധീനിച്ച ഒരു കാര്യമായിരുന്നു. ടെക്നോളജി രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരുന്നത് ആപ്പിൾ തന്നെയാണ് എന്ന് ഒരു ഓർമ്മിപ്പിക്കലായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ അത്രയും നേരമുള്ള ആ പ്രസംഗത്തിലൂടെ മനസ്സിലായത്. 2007 ഈ ഇവന്റ് നടക്കുന്നത്. പുതിയ ഇവന്റിൽ അദ്ദേഹം പുതിയതായിട്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന 3 കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ്. ഒന്ന്, ഐപോഡുകൾ കുറച്ചുകൂടെ വലുതാക്കുകയാണ്. അതിൻ്റെ കൂടെ അതിൽ ടച്ച് കൺട്രോളും കൊണ്ടുവരികയാണ്. കാണികൾക്കിടയിൽ നിന്നും കയ്യടി ഉണ്ടാവുന്നു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, രണ്ടാമതായിട്ട് ആപ്പിൾ ആദ്യമായി സ്മാർട്ട് ഫോൺ രംഗത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു ബ്രേക്ക് ത്രൂ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ 3 സാധനങ്ങളും അദ്ദേഹം വീണ്ടും 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 മാറ്റി മാറ്റി പറഞ്ഞ് അവസാനം These are not 3 separate devices. This is one device and we are calling it iPhone. ഐഫോൺ ആപ്പിൾ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഐഫോൺ എന്ന് പറഞ്ഞ് ആപ്പിൾ ആദ്യം കാണിക്കുന്നത് മറ്റൊരു ഫോണായിരുന്നു. ആ ഫോൺ കാണിച്ചുകൊണ്ട് പിന്നീട് ഒരു കഥയിലേക്കാണ് സ്റ്റീവ് ജോബ്സ് കടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോണുകളുടെ പരാജയങ്ങളാണ് സ്റ്റീവ് ജോബ്സ് തുറന്നു കാണിക്കുന്നത്. ബ്ലാക്ക്ബെറിയുടെ പേരെല്ലാം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മോട്ടോക്യൂ, ബ്ലാക്ക്ബെറി, പാം ട്രിയോ, നോക്കിയ E62 തുടങ്ങിയ ഫോണുകളെല്ലാം സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ഈ ഫോണുകൾക്കെല്ലാം പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. QWERTY കീബോർഡുകളായിരുന്നു. അത് ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്നായിരുന്നു ആളുകൾ ധരിച്ചിരുന്നത്. കാരണം ടൈപ്പ് ചെയ്യാൻ എളുപ്പമാണ്, ഏറ്റവും എളുപ്പമുള്ളൊരു സംവിധാനം ഇതാണ് എന്ന് ആളുകൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ ധാരണ തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ ലക്ഷ്യം. ബ്ലാക്ക്ബെറിയുടെ ശവപ്പെട്ടിയിലെ ആദ്യ ആണി എന്ന പോലെ ഐഫോണിന്റെ യഥാർത്ഥ രൂപം അന്ന് കാണികൾക്ക് മുന്നിൽ കാണിക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോകുന്നു. വലിയ സ്ക്രീൻ, ടച്ച് കൺട്രോൾ ഉണ്ടെന്ന് പറയുന്നു. ടച്ച് ഫോണുകൾ മുന്നേയും ഇറങ്ങിയിരുന്നു. എന്നാൽ ആപ്പിൾ അവതരിപ്പിച്ചത് ഇത് മറ്റാർക്കുമില്ലാത്ത
മൾട്ടി ടച്ച് ടെക്നോളജിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. സ്റ്റീവ് ജോബ്സ് അതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ അവസാനം തമാശ രൂപേണ ഒരു കാര്യം പറയുന്നുണ്ട്, ഇറ്റ്സ് പാറ്റൻറ്റഡ്. അതായത് ഇതിന് ഞങ്ങൾ പാറ്റൻ്റ് എടുത്തിട്ടുണ്ട്, മറ്റാർക്കും ഇതുണ്ടാക്കാൻ സാധിക്കില്ല, ഞങ്ങളുടെ യുണീക്കായിട്ടുള്ളൊരു സാധനമാണ് എന്ന് ആളുകൾക്ക് മുന്നിൽ അടിവരയിട്ട് പറയുന്നതായിരുന്നു ആ ഒരു ചെറിയ തമാശ. ആ സമയത്ത് അമേരിക്കൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്ന ബ്ലാക്ക്ബെറിയുടെ ഇൻ്റർനെറ്റ് സംവിധാനത്തെയും അവരുടെ സോഫ്റ്റ്വെയറിനെയും എല്ലാം ബേബി സോഫ്റ്റ്വെയർ, ബേബി ഇൻ്റർനെറ്റ് എന്നെല്ലാം വിളിച്ചുകൊണ്ട് പറയാതെ പറഞ്ഞുകൊണ്ട് സ്റ്റീവ് ജോബ്സ് ആ സ്റ്റേജിൽ വെച്ച് കളിയാക്കുന്നുമുണ്ട്. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ അതായത് iOS ഇപ്പോൾ നിലവിലുള്ള മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ 5 വർഷമെങ്കിലും മുന്നിലാണ് എന്നും അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. ഐഫോൺ എന്തായാലും ആദ്യ ഫോൺ ഉണ്ടാക്കി നിർത്തിയില്ല, ഓരോ വർഷവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരുന്നു. 2008 ജൂണിൽ ഐഫോൺ 3G ഇറങ്ങുകയാണ്, 2009 ജൂണിൽ ഐഫോൺ 3GS ഇറങ്ങുകയാണ്, 2010 ഐഫോൺ 4 ഇറങ്ങുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ബ്ലാക്ക്ബെറിയുടെ മാർക്കറ്റിനെ ആദ്യ സമയങ്ങളിൽ ബാധിക്കുന്നില്ല. അതിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പൂർണ്ണമായും ബട്ടൺ ഇല്ലാത്ത ടച്ച് ഫോണുകളിലേക്ക് പോവാൻ ആളുകൾക്ക് ഒരു മടി ഉണ്ടായിരുന്നു. മാറ്റങ്ങളോട് ആളുകൾക്ക് എപ്പോഴും ഒരു മടി ഉണ്ടാവാറുണ്ട്. ആ മടി ഇവിടെയും ബ്ലാക്ക്ബെറിക്ക് ഗുണമാവുകയാണ്. അതുകൂടാതെ ഐഫോണുകൾക്ക് വിലയും നല്ല കൂടുതലായിരുന്നു. 2008 മുതൽ ആൻഡ്രോയിഡ് ഫോണും കൂടി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കളി മാറുകയാണ്. കാരണം ഐഫോണിൻ്റെ അത്ര വിലയും ആൻഡ്രോയിഡിനില്ല, അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടുകയാണ്. 2009, 2010 ആയ സമയത്ത് ഐഫോണുകൾ നല്ല മികച്ച ക്യാമറയുള്ള ഫോണുകൾ, ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയുള്ള ഫോണുകൾ, അക്കാലത്ത് ലഭ്യമായ ഏറ്റവും മികച്ച ക്യാമറയുള്ള ഫോണുകൾ ഇറക്കുകയാണ്. ആ സംഭവം കൂടി ആയപ്പോൾ 2010 തൊട്ട് ബ്ലാക്ക്ബെറിക്ക് ചെറിയൊരു കോട്ട സംഭവിക്കുകയാണ്. മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലും ആപ്പിളിൻ്റെ അടുത്തെത്താൻ ബ്ലാക്ക്ബെറിക്ക് സാധിക്കുന്നില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആപ്പിൾ 13 Pro കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയത്, ഈ വർഷം ആപ്പിൾ 14 Pro ഇറങ്ങിയിരിക്കുന്നു. ഒരു വർഷം കൊണ്ട് അതേ വില കൊടുത്ത് അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി അധികം വില കൊടുത്ത് പുതിയൊരു ഫോൺ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടോ ഒരു വർഷം കൊണ്ട്? നെസസിറ്റി ആണോ ആളുകളെ കൊണ്ട് ആ ഫോൺ വാങ്ങിപ്പിക്കുന്നത്? എന്താണ് 13 Proയും 14 Proയും തമ്മിലുള്ള വലിയ വ്യത്യാസം? ക്യാമറയ്ക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്ക്, ഷോർട്ട് ഫിലിം എടുക്കുന്ന ആളുകൾക്ക് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവും. അല്ലാതെ ഇതൊന്നും ഉപയോഗിക്കാത്ത സാധാരണ രീതിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ആ ഫോൺ മാറ്റുന്നത്? അത് നെസസിറ്റി ആണോ? അല്ല. ആപ്പിൾ എന്ന കമ്പനി പ്രൊഡക്റ്റ് വിൽക്കുന്നതിലും അധികം ഇമോഷൻസ് വിൽക്കുന്നു എന്ന് പറയാറുണ്ട്. കാരണം ഒരു എക്സ്ക്ലൂസീവ് പ്രീമിയം ഫീലാണ് ഐഫോണുകൾ എപ്പോഴും അതിൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആപ്പിളിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ശ്രദ്ധിച്ചാൽ ആപ്പിളിൻ്റെ സ്മാർട്ട് ഫോണുകൾ എന്ന് നമ്മൾ പറയാറില്ല, ഐഫോൺ എന്നാണ് പറയാറുള്ളത്. മറ്റ് ടെക് കമ്പനികൾ ലാപ്ടോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ആപ്പിൾ ഉണ്ടാക്കുന്നത് മാക്ബുക്ക് ആണ്. മറ്റ് കമ്പനികൾ ടാബ്ലറ്റുകൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ആപ്പിൾ ഉണ്ടാക്കുന്നത് ഐപാഡുകളാണ്. മറ്റ് കമ്പനികൾ ഹെഡ്ഫോൺ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ആപ്പിൾ ഉണ്ടാക്കുന്നത് എയർപോഡുകളാണ്. സാധനമൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം, പക്ഷേ അവരെപ്പോഴും ആ ഒരു പ്രീമിയം വാല്യൂ കാത്തു സൂക്ഷിക്കാൻ അവരുടെ പ്രൊഡക്റ്റിനെ അവരുടേതായ പേരിട്ടുകൊണ്ടാണ് വിളിക്കുന്നത്. അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയെ ഒരു ഫാമിലിയായിട്ട് കണക്കാക്കുന്ന ആളുകളാണ് പലപ്പോഴും ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് നന്നായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ എന്തായാലും നല്ല ക്യാമറയുള്ള ഐഫോണുകൾ ഇറങ്ങാൻ തുടങ്ങിയതോടെ ബ്ലാക്ക്ബെറി കമ്പനിയുടെ പതനം തുടങ്ങുകയാണ്. അവരുടെ മാർക്കറ്റ് ഷെയർ 2012 ആയപ്പോഴേക്കും 5% കൂപ്പുകുത്തി. 2010 മുതൽ 2022 വരെ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഈ പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ബ്ലാക്ക്ബെറിയുടെ ഒരു ഈഗോ കൊണ്ടാണോ എന്നറിയില്ല, അവരുടെ QWERTY കീബോർഡുകൾ മാറ്റാൻ ഒരു കാലത്ത് തയ്യാറായിരുന്നില്ല. അവരുടെ ഫോണുകൾ ഇങ്ങനെ തന്നെ മതി എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ 2012 അവരുടെ കമ്പനി ഇങ്ങനെ കൂപ്പുകുത്തിയ സമയത്ത് ഇനി ടച്ച് ഫോണുകൾ ഇറക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ 2013 ആയപ്പോഴാണ് ആദ്യത്തെ ടച്ച് ഫോൺ ബ്ലാക്ക്ബെറിയുടേതായിട്ട് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലായിരുന്നു, അവരൊരുപാട് വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ആൻഡ്രോയിഡ് ഓർ ഐഫോൺ എന്ന രീതിയിലേക്ക് ലോകം ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ബ്ലാക്ക്ബെറി എന്ന പേര് തന്നെ മാഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനി പുതിയ ടച്ച് ഫോണുകൾ ഇറക്കിയിട്ടും ആളുകൾക്ക് വേണ്ടാത്ത അവസ്ഥ വന്നു ചേരുകയാണ്. ഇപ്പോഴിതാ 2022 ജനുവരി മാസമായപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ അവരുടെ സോഫ്റ്റ്വെയറുകളിൽ ഉണ്ടാവില്ല എന്നും പഴയ ഫോണുകൾക്ക് അത് കിട്ടില്ല എന്നും കമ്പനി അറിയിച്ചിരിക്കുകയാണ്. സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണം കുറച്ച് മുന്നേ തന്നെ അവർ നിർത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക്ബെറി പൂർണ്ണമായും അവസാനിച്ചു എന്ന കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ്. വാസ്തവത്തിൽ ബ്ലാക്ക്ബെറി എന്ന കമ്പനിയുടെ പതനത്തിലേക്ക് നയിച്ചത് ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളും മാത്രമാണോ? അവരോട് നല്ല ഫോണുകൾ ഇറക്കരുത്, നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റരുത് എന്ന് പറയാൻ ബ്ലാക്ക്ബെറിക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് അവരെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല. ബ്ലാക്ക്ബെറി പല സമയത്തും
സ്വന്തം മാറാൻ തയ്യാറായിരുന്നില്ല. ഒരു കാലത്ത് ബ്ലാക്ക്ബെറി ബിസിനസ് നടത്തിയിരുന്നത് ബിസിനസ്സുകാരെ ലക്ഷ്യം വെച്ചായിരുന്നു. അന്ന് അത് വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം അന്ന് അവർ മാത്രമേ മൊബൈൽ ഫോൺ എല്ലാം ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ മൊബൈൽ ഫോണുകൾ സാധാരണക്കാർ കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലും അവർ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് മൊബൈൽ ഫോണുകൾ ഇറക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യത്തിൽ വിജയിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. സുരക്ഷ എന്നൊരൊറ്റ കാരണം കൊണ്ട് ബ്ലാക്ക്ബെറി വാങ്ങാൻ ആളുകൾ തയ്യാറാവാതിരുന്നത് ഐഫോണുകൾ സുരക്ഷയ്ക്ക് കൂടുതൽ മുൻതൂക്കം തുടങ്ങിയ കാലം തൊട്ടായിരുന്നു. കാര്യം എന്താണെങ്കിലും ബ്ലാക്ക്ബെറി എന്ന കമ്പനിയുടെ പതനത്തെക്കുറിച്ചാണ് വളരെ ചുരുക്കി ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്ക്ബെറി എന്ന കമ്പനി ഇപ്പോഴും ഉണ്ട്, പക്ഷേ സ്മാർട്ട് ഫോൺ രംഗത്ത് നിന്നും അവർ ഔട്ടായി പോയിരിക്കുകയാണ്. അവർ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവരുടെ കമ്പനി ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും കാര്യം തോന്നിയിട്ടുണ്ടാവില്ലേ? ഇതിൽ നിന്നും നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ.